ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേർ ഇടേണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോ. ഒരു മാലാക തൻ്റെ മുൻപിൽ, അതും ധൂപപീഠത്തിൻ്റെ വലതുഭാഗത്ത് താൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയം പ്രത്യക്ഷപ്പെട്ടത് കണ്ട് ഭയപരവശനാകുന്ന സെക്കരിയാവ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും ദൈവദൂതന്മാരുടെ പ്രത്യക്ഷപ്പെടൽ, ആ പ്രത്യക്ഷപ്പെടുന്ന ആളിനെ ഭയപരവശനാക്കുന്ന പല സന്ദർഭങ്ങളും നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ മറിയം മാലാഖയെ കണ്ട് പരിഭ്രമിച്ചു പോയതും, മാലാഖ അവളോട് മറിയാമേ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ദേവദൂതൻ ആട്ടിടയരുടെ അടുക്കൽ വന്ന് കർത്താവിൻ്റെ തേജസ് അവരുടെ മേൽ പ്രശോഭിച്ചപ്പോൾ അവർക്ക് വലിയ ഭീതി ഉണ്ടായതായും, മാലാഖ അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട, എന്നാൽ സർവ്വലോകത്തിനും ഉണ്ടാകുവാനിരിക്കുന്ന സന്തോഷമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ പോകുന്നത് എന്ന് അവരോട് പറയുന്ന ഒരു സന്ദർഭവും നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ശാബത്ത് അസ്തമിച്ച് ഞായറാഴ്ച ആരംഭിക്കുന്ന സമയം മഗ്ദല മറിയവും മറ്റേ മറിയവും കല്ലറ കാണുവാനായി ചെന്ന സമയം ഒരു വലിയ ഭൂചലനം ഉണ്ടാകുകയും കർത്താവിൻ്റെ മാലാഖ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി വാതിക്കൽ നിന്ന് അവൻ്റെ രൂപം മിന്നൽ സമാനമായത് കണ്ട് അവനോടുള്ള ഭയം നിമിത്തം കാവൽക്കാർ പരിഭ്രമിച്ചു മരിച്ചവരെ പോലെയായി എന്നും, മാലാഖ സ്ത്രീകളോട് നിങ്ങൾ ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ആ ഒരു ഭാഗത്തും ദൈവദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ഭയപരവശരാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പല സ്ഥലങ്ങളിലും നമുക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ പെട്ടെന്ന് ഭയം വന്ന ആളുകളുടെ കാര്യം നമ്മൾ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇവിടെയും സെക്കരിയ ഭ്രമിച്ച് ഭയപരവശനായി എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ ദൂതൻ അവനോട് പറയുകയാണ്, സെക്കരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന്. അതെ, ആ വാർദ്ധക്യത്തിലിരിക്കുന്ന സെക്കരിയ പുരോഹിതനും ഭാര്യ എലിശബത്തും അവരുടെ ജീവിതത്തിലെ നിത്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അവർക്കൊരു മകനെ കിട്ടണം എന്നുള്ള അവരുടെ ആഗ്രഹം. അത് ദൈവസന്നിധിയിൽ എന്നും ഒരു പ്രാർത്ഥനയായി അവർ ദൈവത്തിന് സമർപ്പിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് മാലാഖ ഇവിടെ പറയുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന്. അതെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ സന്നദ്ധനാണ് ദൈവം. നമ്മുടെ പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥന, അത് ദൈവസന്നിധിയിൽ എപ്പോഴും എത്തുന്ന വിധത്തിൽ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ, അത് നമ്മൾ കടന്നു പോകുന്ന സഹനങ്ങളാകാം, നമ്മൾ കടന്നു പോകുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും വേദനകളുമാകാം, കുഞ്ഞുങ്ങളില്ലാത്ത പ്രയാസമാകാം, കുഞ്ഞുങ്ങൾ നന്നായി വളരണം എന്നുള്ള ആഗ്രഹത്തോടെയുള്ള പ്രാർത്ഥനയായിരിക്കാം. അങ്ങനെ പല വിധത്തിലുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ളത്. ആ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകുവാൻ പ്രാപ്തനും ശക്തനുമാണ് നമ്മുടെ ദൈവം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഉല്ലാസവും തരുവാൻ അവന് കഴിയും. നമ്മുടെ പ്രാർത്ഥന അതിന് മുഖാന്തരങ്ങളാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു പ്രഭാതം നേരുന്നു.